ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോയാലോ? ഇന്ന് നമ്മുടെ വീടിനടുത്ത് ശ്രീ പയ്യാവൂർ മഹാക്ഷേത്രത്തിൽ ഊട്ടുത്സവമാണ്. ഊട്ടുമഹോത്സവം കാണാൻ ആദ്യമായിട്ടാണ് ഞാനും പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? വലിയ വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല കേട്ടോ ഉത്സവം കാണാൻ പോകുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കൂടെ ഞാനും ഹസ്സും മക്കളും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഫാമിലിയും കൂടിയാണ് ഇന്നത്തെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് ഉത്സവം കാണാൻ പോയി. ഈ കാണുന്നതൊക്കെ പുറമേയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ടില്ല, അമ്പലത്തിനടുത്ത് എത്തിയിട്ടില്ല. ഇവിടെ എത്തിയപാട് തന്നെ ഒരുപാട് പൂക്കളാണ് ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ പെട്ടത് കേട്ടോ. എന്ത് രസമാണത് കാണാൻ. ജമന്തിയുണ്ട്, റോസാപ്പൂക്കളുണ്ട്, പിന്നെ പേരറിയാത്ത ഒരുപാട് പൂക്കൾ വേറെയും. കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങാനും പറ്റിയില്ല. പക്ഷേ ഏറെ നേരം അത് നിന്ന് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പൂവുകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പൂ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഇനി പൂന്തോട്ടം ഉണ്ടാക്കാൻ പൂച്ചട്ടി വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറം പൂച്ചട്ടി കടയും ഉണ്ട്. ആ കാണുന്ന കടയാണ് ഇത്. പിന്നെ ഇതാ ഈ മൺകല ചട്ടികളുടെ ഇടയ്ക്കാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെയാണെങ്കിലോ ഒന്നും പറയണ്ട, ഒരുപാട് മൺകല ചട്ടികൾ, മൺകലങ്ങൾ, പിന്നെ ഇതുപോലെയുള്ള പ്രതിമകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇതൊക്കെ പുറമേയുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഇനിയും ഉള്ളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ പുറമേയുള്ള ചന്തകളാണ് ഈ കാണുന്നത് മുഴുവനും. പുറമേയുള്ള ഈ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്ന് ആസ്വദിച്ച് മെല്ലെ മെല്ലെ അമ്പലത്തിനടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ അമ്പലത്തിനടുത്ത്. ഉള്ളിലോട്ട് ക്യാമറ എടുത്തില്ല കേട്ടോ, കാരണം ഉള്ളിലോട്ടുള്ള ദൈവിക ശക്തി നമ്മൾ ക്യാമറയിൽ പതിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തൊഴുത് വീണ്ടും ഇതാ ചന്ത കാണാൻ ചുറ്റിയടിക്കാൻ വേണ്ടി ഇറങ്ങി. പോകുമ്പോൾ കൂട്ടത്തോടെയും നല്ല ഐക്യത്തോടും കൂടി പോയ ഫാമിലി പല രീതിയിൽ പല വഴിക്കായി. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഈ ചന്ത കണ്ട് ആകെ അന്തം വിട്ടുപോയി. നടന്ന ക്ഷീണം വന്ന് അപ്പോൾ ദാ ഓരോ കുലുക്ക് സർബത്ത് കുടിച്ചു. പിന്നെ എൻ്റെ കണ്ണ് പോയത് ആ മയിൽപ്പീലി കൂട്ടത്തിലോട്ടും പാദസരങ്ങളുടെ ഇടയിലോട്ടും. എന്ത് മനോഹരമാണ് ആ മയിൽപ്പീലി കൂട്ടങ്ങളെ കാണാൻ. അങ്ങനെ കുലുക്കി സർബത്തും കുടിച്ച് ഒരു മയിൽപ്പീലി കൂട്ടനെ സ്വന്തമാക്കി വീണ്ടും ഇങ്ങനെ നടത്താൻ തുടങ്ങി. അങ്ങനെ നടന്ന് എത്തിയത് ഈ കമ്മൽ കൂട്ടങ്ങളുടെ വിസ്മയ ലോകത്തോട്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കമ്മലുകൾ കണ്ടതുകൊണ്ടായിരിക്കണം ഏതെടുക്കണമെന്ന് ആകെ കൺഫ്യൂഷനായി. ഒരുപാട് കമ്മലുകൾ നോക്കി അതിലിഷ്ടപ്പെട്ട 2 ഞാനും വാങ്ങിച്ചു. കുഞ്ഞുമാവയുടെ കൈകൾക്ക് പറ്റിയ കുഞ്ഞു ഒരുപാട് വളകൾ ഞാൻ അവിടെ കണ്ടു. അവിടെ നിന്ന് 2-3 വളകൾ പാറുക്കുട്ടിക്കും വാങ്ങിച്ചു. ഇങ്ങനെ പാറുക്കുട്ടിക്കും വേണ്ടുന്ന വളയും വാങ്ങിച്ചു, എൻ്റെ കമ്മലും വാങ്ങിച്ചു. വീണ്ടും പലായനം തുടങ്ങി. നടന്ന ക്ഷീണം കൊണ്ടായിരിക്കണം കുലുക്കി സർബത്തൊക്കെ ദഹിച്ചു. അപ്പോഴേ ഇതാ ഇരിക്കുന്നു ഒരു കടലക്കുട്ടൻ, അവനെയും അങ്ങ് വാങ്ങിച്ചു. അയ്യോ, പറഞ്ഞ് മടുത്തു. നടന്ന് മടുത്തു. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ തനിയെ കണ്ടാൽ മതി കേട്ടോ. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കേ?
നല്ലോണം എടുക്കട്ടാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടത്രേ. പക്ഷെ വയ്യ കേട്ടോ, വല്ലാതെ ടയേർഡായി. കുട്ടികളാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ, അവർക്ക് മടുത്തു അത്രേ. വേഗം വീട്ടിലെത്തണം. അപ്പോൾ ഞങ്ങൾ മടങ്ങുക. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കും വരാൻ തോന്നുന്നില്ല അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. പറ്റുവാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ ഫാമിലിയോടൊപ്പം വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് പോയാലോ കൂട്ടുകാരെ?